നൂഡിൽസ് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പാത്രം കാലിയാവുന്നതറിയില്ല. അപാര രുചിയാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. കഴിക്കാത്തവർ കഴിച്ചാൽ ഇത് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കുക. നന്നായി വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് വീതം പൊടിയായി അരിഞ്ഞ ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കവും 1/2 കപ്പ് ടൊമാറ്റോ ചെറുതായി ചോപ്പ് ചെയ്തതും ചേർത്തിട്ടുണ്ട്. ഈ വെജിറ്റബിളിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. വെജിറ്റബിളിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. സോസിന് ഉപ്പുള്ളതുകൊണ്ട് കൂടുതൽ ഉപ്പ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. മുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. മുട്ടയ്ക്ക് പകരം വേവിച്ച് പൊടിച്ച ചിക്കനോ അല്ലെങ്കിൽ പനീർ ചെറുതായി അരിഞ്ഞ കഷ്ണങ്ങളോ ചേർക്കാം. ഇനി ഇതൊന്നും ചേർക്കാതെ വെജിറ്റബിൾ മാത്രമായിട്ടും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇതിലേക്ക് 2 കട്ട നൂഡിൽസാണ് ചേർക്കുന്നത്. അതുകൊണ്ട് 2 ടേസ്റ്റ് മേക്കറാണ് പൊട്ടിച്ച് ചേർക്കേണ്ടത്. മുട്ട നന്നായി കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേസ്റ്റ് മേക്കറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ചെറുതായി പൊടിച്ചെടുത്ത നൂഡിൽസ് ചേർത്ത് ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നൂഡിൽസിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. തിളച്ചിരിക്കുന്ന വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. വെള്ളം ചേർത്തതിന് ശേഷം 1 പാക്കറ്റ് മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർക്കാം. നൂഡിൽസ് പാക്കറ്റിനോടൊപ്പം ഉണ്ടാകുന്ന മസാല പാക്കറ്റാണ് ഇപ്പോൾ പൊട്ടിച്ച് ചേർത്തത്. 2 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ലൂസായ പരുവത്തിൽ വേണ്ടവർക്കാണെങ്കിൽ 3 കപ്പ് വെള്ളം വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇപ്പം നൂഡിൽസ് വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. അപാര രുചിയിലുള്ള ഒരു നൂഡിൽസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര കഴിച്ചാലും നമുക്കിത് മതി വരില്ല. കഴിക്കാത്തവരാണെങ്കിലും ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും. രുചി അറിഞ്ഞാൽ നമ്മളിത് എപ്പോഴും ഉണ്ടാക്കി കഴിക്കും. നൂഡിൽസ് ഒരിക്കൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. ഡിന്നറായിട്ടും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. ഡിന്നറായിട്ട് ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർക്കാതെ ഉണ്ടാക്കി കഴിക്കുക. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീലാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.